ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ മോർണിംഗ് വൈബ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. മോർണിംഗ് വൈബ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡാണല്ലോ നമ്മുടെ വൈബ്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ നല്ല ഉണക്ക് കപ്പയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. അതങ്ങ് നല്ലപോലെ അങ്ങ് പിടിപ്പിച്ച് കേട്ടോ. അതിനുശേഷം നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ചോറ്, ചിക്കൻ കറി, ക്യാബേജ് തോരൻ എല്ലാം കൂടെ കൂട്ടി നല്ലപോലെ അങ്ങ് പിടിപ്പിച്ച് കേട്ടോ. നമ്മുടെ ഈ ക്യാബേജ് തോരനെ പല കറികളുമായിട്ടുള്ള കോമ്പിനേഷനാണല്ലേ. സാമ്പാറും ക്യാബേജ് തോരനും നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ഇറച്ചിയും ക്യാബേജ് തോരനും നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ മീൻകറിയും ക്യാബേജ് തോരനും അതിലും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരുമായിട്ട് ഇങ്ങനെ ഇണങ്ങി പോകുന്നൊരു സംഭവം അല്ലേ ക്യാബേജ് തോരൻ. എന്നാൽ ഈ ക്യാബേജ് തോരൻ തന്നെ നമുക്ക് കറി കൂട്ടാൻ പറ്റുമോ? പറ്റത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്യാബേജ് തോരൻ കൂട്ടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ച് അങ്ങ് പൊളിച്ച് കേട്ടോ. കുറച്ച് പുറത്തൊക്കെ പോയിട്ട് ക്ഷീണമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പം നമുക്ക് കഴിക്കാനായിട്ട് അടിപൊളി നെയ്റോസ്റ്റും നല്ല ബുൾസയും അതുപോലെ തന്നെ അടിപൊളി സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ. ഇതങ്ങ് നല്ല അടിപൊളിയായിട്ട് അങ്ങ് പിടിപ്പിച്ചു കേട്ടോ. എൻ്റെ ബുൾസയുടെ കളർ കണ്ട് നിങ്ങൾ ആരും പേടിക്കണ്ട. ഞാൻ ബുൾസൈ ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക, നമ്മുടെ മുളക് പൊടി കുരുമുളക് പൊടിക്കും ഉപ്പിനും പകരം ഞാൻ കുറച്ച് മുളക് പൊടിയാട്ടോ ഇടുന്നത്, കുരുമുളക് പൊടിക്ക് പകരം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ബുൾസൈയുടെ ഉണ്ണി അത് ഞാൻ നല്ലപോലെ കുത്തി ഉടച്ച് അടിപൊളിയായിട്ട് വേവിച്ചേ എടുക്കുള്ളൂ കേട്ടോ. ചിലർ ബുൾസൈയുടെ ഉണ്ണി വേവാനായിട്ട് വലിയ കാര്യമായിട്ട് വേവൊന്നുമില്ല. പക്ഷേ എനിക്കത് വേവാതെ കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനത് വേവിച്ചിട്ടൊക്കെ ആട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് നല്ല സൂപ്പറായിട്ട് അങ്ങ് കഴിച്ചു കേട്ടോ. സാമ്പാറും നെയ്റോസ്റ്റും നല്ല അടിപൊളി മൊരിഞ്ഞ നെയ്റോസ്റ്റായിരുന്നു. ആ നെയ്റോസ്റ്റ് സാമ്പാറിനകത്തൊക്കെ അങ്ങോട്ട് മുക്കി കുഴച്ച് അടിപൊളിയായിട്ടങ്ങ് കഴിച്ചു. അതിൻ്റെ കൂട്ടത്തിലൊരു ടച്ചിങ്സ് എന്ന പോലെ കേട്ടോ നമ്മൾ ബുൾസൈ കൂട്ടുന്നത്. എനിക്കെപ്പോഴും ദോശയും സാമ്പാറും ആണെങ്കിലും ദോശയും ചമ്മന്തി ആണെങ്കിലും എനിക്ക് അതിൻ്റെ അടുത്തൊരു ബുൾസൈ വേണം കേട്ടോ. ഇതുപോലത്തെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ടാറ്റാ ബൈ ബൈ ഉമ്മ.